ലോകം ഇന്ന് ശ്വാസം അടക്കി പിടിച്ചാണ് മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനുകളിലേക്കും ടെലിവിഷൻ സ്ക്രീനുകളിലേക്കും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ നോട്ടം എന്ന് പറയുന്നത് പശ്ചിമേഷ്യയിലേക്ക് ഓരോ നിമിഷവും വന്നു വീണുകൊണ്ടിരിക്കുന്ന മിസൈലുകളിലേക്കും ബോംബുകളിലേക്കും മനുഷ്യരുടെ ആർത്തനാദങ്ങളിലേക്കും രക്തപ്പുഴകളിലേക്കുമാണ്. പശ്ചിമേഷ്യയിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ തന്നെ രാജ്യത്തേക്കും നമ്മുടെ കേരളത്തിലേക്കും ശ്വാസം അടക്കി പിടിച്ച് നോക്കുക എന്നത് തന്നെയായി മാറുന്നു. കാരണം പശ്ചിമേഷ്യയിൽ ഇപ്പോൾ വീണുകൊണ്ടിരിക്കുന്ന ഓരോ ബോംബും ഓരോ മിസൈലും നമ്മുടെ തന്നെ സാമ്പത്തിക വ്യവസ്ഥയിലേക്കും നമ്മുടെ സുരക്ഷയിലേക്കും വീഴുന്ന ബോംബുകൾ തന്നെയാണ്. ഇത് വെറുമൊരു യുദ്ധമല്ല, മറിച്ച് ദശാബ്ദങ്ങളായി നിലനിന്നിരുന്ന അന്താരാഷ്ട്ര നിയമങ്ങളെയും മാനുഷിക മൂല്യങ്ങളെയും അമേരിക്കയും ഇസ്രായേലും ചേർന്ന് മിസൈലുകൾ കൊണ്ട് ചാരമാക്കുന്ന കാഴ്ചയാണ്. ഇറാൻ്റെ പരമോന്നത നേതാവിനെ കൊന്നതിലൂടെയും ഒരു പരമാധികാര രാഷ്ട്രത്തിൻ്റെ മണ്ണിൽ കടന്നുകയറി ആക്രമണം നടത്തുന്നതിലൂടെയും അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന അക്രമത്തിൻ്റെ സന്ദേശമാണ്. ട്രംപിന് മുന്നിൽ ലോകം തലകുനിക്കണോ അതോ മനുഷ്യാവകാശങ്ങളുടെ പേരിൽ ഈ ക്രൂരതയെ ചോദ്യം ചെയ്യണോ എന്നുള്ള ചോദ്യം അതുകൊണ്ട് തന്നെ ഇപ്പോൾ മനസ്സിൽ മാനവികത അവശേഷിക്കുന്നവരുടെ എല്ലാം ഉള്ളിലുണ്ടാവും. ഇന്നലകളിൽ നാം കേട്ട യുദ്ധവാർത്തകളല്ല ഇന്ന് പുറത്തു വരുന്നത്. ഇറാനെതിരെ ഇസ്രയേൽ ആദ്യാക്രമണം നടത്തിയ ദിവസം ഇറാനിലെ പ്രൈമറി സ്കൂളിന് നേരെ നടന്ന AI അധിഷ്ഠിത മിസൈൽ ആക്രമണവും അതിൽ കൊല്ലപ്പെട്ട കൊച്ചു പെൺകുട്ടികളുടെ ചിതറിത്തെറിച്ച മാംസപിണ്ഡങ്ങളും കുഞ്ഞുടുപ്പുകളും പുസ്തകത്താളുകളും ആധുനിക ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഗാസയിലും ലബനനിലും നാം കണ്ട വംശഹത്യയുടെ മറ്റൊരു പതിപ്പാണ് ഇറാനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പൈശാചികമായ യുദ്ധതന്ത്രങ്ങൾ പ്രയോഗിക്കുമ്പോഴും തനിക്ക് സമാധാനത്തിനുള്ള നൊബേൽ വേണമെന്ന് ട്രംപ് ആവശ്യപ്പെടുന്നു എന്നുള്ളത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യമാണ്. പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടിട്ടും ഇറാൻ അമേരിക്കയെയും ഇസ്രായേലിനെയും ഇപ്പോഴും പ്രതിരോധിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് അമേരിക്ക ഇറാനെ ഇത്രയധികം ഭയപ്പെടുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അമേരിക്കയുടെ താൽപ്പര്യം ജനാധിപത്യമല്ല, മറിച്ച് ഇറാനിലെ എണ്ണയുടെ സമ്പദ് വ്യവസ്ഥയാണ് എന്നുള്ള കാര്യം ഇപ്പോൾ യുദ്ധതന്ത്രങ്ങളെക്കുറിച്ച് വലിയ പിടിപാടില്ലാത്തവർക്ക് പോലും പച്ചവെള്ളം പോലെ മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അതിലൊരു സംശയവുമില്ല. ഇറാഖിലും ലിബിയയിലും അമേരിക്ക ചെയ്തത് നാം കണ്ടതാണ്. അവിടുത്തെ എണ്ണപ്പാടങ്ങൾ കൈക്കലാക്കാൻ രാസായുധം എന്ന കള്ളക്കഥ മെനഞ്ഞു. ഇന്ന് ഇറാനെ തകർക്കാൻ ശ്രമിക്കുന്നതും അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾക്കും എണ്ണയ്ക്കും വേണ്ടിയാണ്. ഡോളറിനെ ഒഴിവാക്കിക്കൊണ്ട് മറ്റ് കറൻസികളിൽ വ്യാപാരം നടത്താനുള്ള ഇറാൻ്റെ നീക്കം അമേരിക്കയുടെ സാമ്പത്തിക മേധാവിത്വത്തിനുള്ള വെല്ലുവിളിയായിട്ട് മാറുന്നു. ഈ ഭീഷണികളെ ഇല്ലാതാക്കാനാണ് ട്രംപ് യുദ്ധം പടർത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഈ ആക്രമണങ്ങൾക്ക് മുന്നിൽ ഇറാൻ പക്ഷേ നിശബ്ദരല്ല. അവർ തങ്ങളുടെ പരമാവധി കരുത്ത് ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയെ സംബന്ധിച്ചിട്ട് നമ്മൾ നോക്കേണ്ടത് ഹോർമുസ് കടലിടുക്കാണ്. ലോകത്തെ എണ്ണ വിതരണത്തിൻ്റെ 20% കടന്നു പോകുന്ന ആ പാത അടയ്ക്കുമെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തുന്നു ഒരു ഭാഗത്ത്. അത് പൂർണ്ണമായും സംഭവിച്ചാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പെട്രോൾ വില 4 ഇരട്ടിയായിട്ട് കൂടും. ചൈനീസ് കണക്ഷനെക്കുറിച്ച് കൂടി നമ്മൾ ഇതോടൊപ്പം ഓർക്കേണ്ടതുണ്ട്. ഇറാനിലെ ചൈനയുടെ $400 ബില്യൺ നിക്ഷേപം ഈ യുദ്ധത്തിൽ ചൈനയെ ഇറാൻ്റെ പക്ഷത്ത് നിർത്തുന്നു. ചൈനയും പാകിസ്ഥാനും ഇറാനും ചേർന്ന് രൂപീകരിക്കുന്ന പുതിയ സഖ്യം എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് മാത്രമല്ല ഇന്ത്യയുടെ സുരക്ഷയ്ക്കും വെല്ലുവിളിയാണ് എന്നുള്ള കാര്യം നയതന്ത്രജ്ഞർ ഇപ്പോഴേ തന്നെ എടുത്തു കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയാണ് ഇന്ത്യയുടെ നയതന്ത്രജ്ഞത പരീക്ഷിക്കപ്പെടുന്നത്. ഇന്ത്യ കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ച ഒന്നാണ് ചാബഹാർ തുറമുഖം. ആ ചാബഹാർ തുറമുഖം എന്ന് പറയുന്നത് ഇറാനിലാണുള്ളത്. ഈ യുദ്ധം നമ്മുടെ നിക്ഷേപങ്ങളെയും മധ്യേഷ്യയിലേക്കുള്ള വ്യാപാര പാതയെയും എല്ലാം തകർക്കാൻ പോകുന്നു. പശ്ചിമേഷ്യയിലെ ഓരോ മിസൈൽ സ്ഫോടനവും ഇന്ത്യയിലെ സാധാരണക്കാരിയുടെ അടുക്കള ബജറ്റ് തകർക്കുന്നു. ട്രംപിനോടുള്ള സൗഹാർദ്ദത്തിനപ്പുറം ഇന്ത്യ സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ തയ്യാറാകണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതേസമയം ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങളെയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. തങ്ങളെ ഈ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കുമെന്ന് പറയുന്ന ഇറാൻ്റെ ആണവമോഹങ്ങളെ പ്രതിരോധിക്കേണ്ടത് തങ്ങളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ഭീകരവാദ സംഘങ്ങൾക്ക് ഗ്രൂപ്പുകൾക്ക് ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്ന പിന്തുണ പശ്ചിമേഷ്യയെ അസ്ഥിരപ്പെടുത്തുന്നു എന്നുള്ള വാദം അതും ചർച്ചകളിൽ വരുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കുമെല്ലാം അപ്പുറം ഒരു ചോദ്യം അവശേഷിക്കുന്നത് മനുഷ്യത്വം എവിടെ എന്നുള്ളതാണ്. സ്ത്രീകളുടെ അവകാശങ്ങൾക്കായിട്ട് വാദിക്കുന്നവർ തന്നെ ഇറാനിലെ പെൺകുട്ടികളെ മിസൈൽ അയച്ച് കൊലപ്പെടുത്തുമ്പോൾ അത് ഇരട്ടത്താപ്പാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരുന്നു. മറുഭാഗത്ത് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് കൊലപ്പെടുത്തിയ ഇറാൻ്റെ പരമോന്നത നേതാവ് ആ കൊലയ്ക്ക് അർഹനാണ് എന്നുള്ള രീതിയിൽ വിമർശകർ ഉയർത്തുന്ന വാദങ്ങളും പ്രബലമാണ്. അത് കാണാതിരുന്നും കൂടാ. സ്ത്രീകൾക്ക് ഹിജാബ് നിർബന്ധമാക്കിയ കാര്യം, ആ ഹിജാബ് ധരിക്കാത്തവരെ കഠിനമായിട്ട് ശിക്ഷിച്ചിട്ടുള്ള ചരിത്രം, പെൺകുട്ടികളെ കുട്ടിക്കാലത്ത് തന്നെ വിവാഹം ചെയ്യുന്നതിനെ ഖാംനയി പ്രോത്സാഹിപ്പിച്ച കാര്യം, അവിടെ പെൺകുട്ടികളുടെ നിയമപരമായിട്ടുള്ള വിവാഹപ്രായം എന്ന് പറയുന്നത് വെറും 13 വയസ്സാണ്.
അതോർക്കണം. അതിന് താഴെ പ്രായമുള്ള പെൺകുട്ടികളെ പോലും കോടതിയുടെ അനുവാദം വാങ്ങി കല്യാണം കഴിക്കാമെന്നുള്ള അവസ്ഥ. മറ്റൊന്ന് മതപോലീസാണ്. ആ മതപോലീസ് ഇങ്ങനെ ശക്തിപ്പെടുത്തി എന്നുള്ളതാണ്. ഇസ്ലാമിക രീതിയിലുള്ള വസ്ത്രധാരണ നിയമങ്ങളെല്ലാം കർശനമാക്കി. മാധ്യമങ്ങൾക്കും പ്രസിദ്ധീകരണങ്ങൾക്കുമെല്ലാം വലിയ തോതിൽ മതപരമായിട്ടുള്ള സെൻസർഷിപ്പ് ഇറാനിൽ ഈ പറയുന്ന പരമോന്നത നേതാവ് ഏർപ്പെടുത്തി. ഇസ്ലാമിക് റിപ്പബ്ലിക് പ്രഖ്യാപിച്ചു. അത് സ്ഥാപിച്ച നിയമങ്ങൾ കർക്കശമാക്കി. ആ നിയമങ്ങൾ ഇസ്ലാമികമാണോ എന്ന് സുപ്രീം കോടതി ജഡ്ജിയെ കൊണ്ട് പരിശോധിപ്പിക്കുന്ന രീതി കൊണ്ടുവന്നു. മതപണ്ഡിതന്മാർക്ക് ഭരണ നിയമസഭ ന്യായ വ്യവസ്ഥയിൽ വലിയ രീതിയിലുള്ള സ്വാധീനം കൊടുത്തു. പാശ്ചാത്യ സംഗീതം, സിനിമ, സംസ്കാരം അതിൻ്റെയൊക്കെ സ്വാധീനം നിയന്ത്രിച്ചു. മതപരമല്ലാത്തതിനെ പൂർണ്ണമായിട്ട് നിരോധിച്ചു. മതന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇറാനിൽ അവരുടെ സ്വാതന്ത്ര്യത്തിന് മേൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. അവരെ അടിച്ചമർത്തി. ന്യായവ്യവസ്ഥയിൽ ഇസ്ലാമിക ശിക്ഷാ നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. ഭരണഘടന ഇസ്ലാമിലെ ശരീഅത്ത് നിയമം അടിസ്ഥാനമാക്കിക്കൊണ്ട് മാറ്റി എഴുതി. ഇതൊക്കെ ചിലത് മാത്രം. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയ ഒരു നരാധമനെ വീരപുരുഷനാക്കാനും ഇവിടെ ആൾക്കാരുണ്ട് എന്നതാണ് സങ്കടകരമായ വസ്തുത എന്നാണ് ചില വിമർശകർ ഇപ്പോൾ ആ കൊലയെ സാധൂകരിച്ചുകൊണ്ടുയർത്തുന്ന വാദങ്ങൾ. ഇന്ത്യയുടെ നല്ല സുഹൃത്തായിരുന്നുവെങ്കിലും പശ്ചിമേഷ്യയിലെ മുഴുവൻ ഭീകര സംഘടനകളെയും പാലൂട്ടി വളർത്തിയിരുന്നുവെന്ന് വിമർശനം വരുന്നു. സ്വന്തം ജനത പണപ്പെരുപ്പം കൊണ്ട് ബുദ്ധിമുട്ടിയപ്പോൾ ഇത്തരം സംഘടനകൾക്ക് കണക്കില്ലാതെ സഹായം നൽകാൻ വലിയ മനസ്സ് കാണിച്ചു എന്ന് പറയുന്നു. ആ മേഖലയിലെ എല്ലാ മുസ്ലിം രാജ്യങ്ങളും ഇദ്ദേഹത്തെ ശത്രുവായി കണ്ടു എന്നുള്ള വിമർശനങ്ങൾ വരുന്നു. കാരണം അമേരിക്കയുടെ സാന്നിധ്യമില്ലായിരുന്നുവെങ്കിൽ അവരെ മുഴുവൻ ഇദ്ദേഹം ആക്രമിക്കുമായിരുന്നു. ഇടുങ്ങിയ മതനിയമം അടിച്ചേൽപ്പിച്ച് സ്വന്തം ജനതയെ വെല്ലുവിളിച്ചു എന്നുള്ള വിമർശനം വരുന്നു. ആ പരമോന്നത നേതാവിൻ്റെ പേരെഴുതിയ കടലാസ് കത്തിച്ച പെൺകുട്ടിയുടെ വിരൽ വെട്ടിയ കാര്യം എടുത്തു പറയുന്നു. തല സ്വല്പം ഒന്ന് പുറത്ത് കണ്ടതിന് അദ്ദേഹത്തിൻ്റെ ഗാർഡ് ഒരു പെൺകുട്ടിയെ തല്ലിക്കൊന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. ലക്ഷക്കണക്കിന് പ്രക്ഷോഭകരെ കൊന്നൊടുക്കി എന്ന് സൂചിപ്പിക്കുന്നു. ഇതൊക്കെയാണ് അദ്ദേഹത്തിന് പറ്റിയ അബദ്ധം എന്നുള്ള വിമർശനവും ഉയരുന്നു. പക്ഷേ ലോകത്ത് ഭീകര സംഘങ്ങളെ സൃഷ്ടിച്ച് തീറ്റിപ്പോറ്റുന്ന ഒന്നാം നമ്പർ രാജ്യമാണ് അമേരിക്ക എന്നുള്ള കാര്യം ഇതിൻ്റെ ഒന്നും പേരിൽ മറച്ചു വയ്ക്കാൻ കഴിയില്ല. ഈ പറഞ്ഞ കാര്യങ്ങളുടെ നേരെ ഇരട്ടി മനുഷ്യാവകാശ ലംഘനങ്ങളുടെ മഹാപൂരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക. അതിന് തെളിവാണ് പാകിസ്ഥാന് നൽകുന്ന സഹായങ്ങൾ. ഹിലാരി ക്ലിൻ്റൻ്റെ പഴയ ഒരു സംഭാഷണമുണ്ട്. അതിൽ അവർ തന്നെ പറയുന്നുണ്ട് സാമ്പത്തിക സഹായം നൽകുന്ന സംഘടനകളുടെ കണക്കുകളെ സംബന്ധിച്ചിട്ട്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ ചാരസംഘടനയായിട്ടുള്ള മൊസാദിൻ്റെയും ഒക്കെ ചാരന്മാരായി മാറിയവരെ മാറ്റേണ്ടത് അവരുടെ സുരക്ഷയുടെ ഭാഗമായിരിക്കാമെന്ന് പറയുന്നു ഹിലാരി ക്ലിൻ്റൻ ആ അഭിമുഖത്തിൽ. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം രൂപീകരിച്ച എല്ലാ അന്താരാഷ്ട്ര സംഘടനകളെയും അതിൻ്റെ തന്നെ നിയമാവലികളെയും ഒക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് സോവിയറ്റ് അനന്തര ലോകത്ത് ഏകഛത്രാധിപതികളെ പോലെ അമേരിക്ക പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ലോകമാകെ യുദ്ധങ്ങൾ വിതച്ചുകൊണ്ടേയിരിക്കുന്നു അവർ. രണ്ട് പരമാധികാര രാഷ്ട്രങ്ങളിലെ ഭരണാധികാരികളോടാണ് ഈ കഴിഞ്ഞ മാസങ്ങളിൽ, അതും ഇന്നും ജനാധിപത്യത്തിൻ്റെ അപ്പോസ്തലന്മാരായിട്ട് ഈ നമ്മുടെ നാട്ടിൽ വരെ പലരും വിശേഷിപ്പിക്കുന്ന അമേരിക്ക പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. വെനസ്വേലയുടെ പ്രസിഡന്റിനെ ആ രാജ്യത്തു നിന്നും തട്ടിക്കൊണ്ടുപോയിട്ട് അമേരിക്കയിൽ തടവിൽ പാർപ്പിച്ചിരിക്കുന്നു. ഇപ്പോഴിതാ ഇറാൻ്റെ സമുന്നതനായ നേതാവ് ആയത്തുള്ള അലി ഖംനെയിയെ കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അഫ്ഗാനിസ്ഥാനിലെ സോവിയറ്റ് ഇടപെടലിലൂടെ ആരംഭിച്ച ഇസ്ലാം മതമൗലികവാദ അമേരിക്കൻ സാമ്രാജ്യത്വ കൂട്ടുകെട്ടാണ് ഉസാമ ബിൻ ലാദൻ മുതൽ ഇപ്പോൾ ഖമനേയിയുടെ വധത്തിലൂടെ മറ്റൊരു പരിണാമത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ള വാദം വരികയാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളിലായിട്ട് അമേരിക്ക ഇടപെട്ട ലോകത്തിലെ ഒരു രാജ്യത്തും ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല എന്ന യാഥാർത്ഥ്യമെങ്കിലും മനസ്സിലാക്കുന്നത് നന്ന്. ഇറാനിലെ പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തുകയും അനുബന്ധരായിട്ടുള്ള നേതാക്കളെയും മറ്റും കൊലപ്പെടുത്തുകയും ചെയ്തതിന് ശേഷം ഇനി നിങ്ങൾ നിങ്ങളുടേതായ അധികാരം പിടിച്ചെടുത്തുകൊള്ളൂ, ജനാധിപത്യം സ്ഥാപിച്ചുകൊള്ളൂ എന്ന് പറയുമ്പോഴും ഓർക്കേണ്ട കാര്യം ഈ പറഞ്ഞ കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളിലായിട്ട് അമേരിക്ക ഇടപെട്ട ലോകത്തിലെ ഒരു രാജ്യത്തും ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അമേരിക്കയുടെ ഈ അധിനിവേശ രാഷ്ട്രീയത്തിന് മുന്നിൽ ലോകം ഇനിയും നിശബ്ദത പാലിച്ചാൽ നാളെ ഈ ലോകക്രമം തന്നെ തകർന്നടിയും. അധികാരവും സാങ്കേതികവിദ്യയും കുട്ടികളെ കൊല്ലാനുള്ള ആയുധമാകരുത്. പശ്ചിമേഷ്യയിൽ നിന്ന് ഉയരുന്ന ഈ കരിമ്പുക അടങ്ങണമെങ്കിൽ തോക്കിൻകുഴലിലൂടെയല്ല, മിസൈലുകളിലൂടെയല്ല, ബോംബുകളിലൂടെയല്ല, മറിച്ച് ചർച്ചകളിലൂടെയുള്ള സമാധാനമാണ് ആവശ്യം എന്ന് മാത്രം പറയട്ടെ. നന്ദി.